മിനിമം താങ്ങുവില ഉൾപ്പെടെ ആവശ്യപ്പെട്ടുള്ള കർഷക നേതാവ് ജഗ്ജീത് സിംഗ് ദെല്ലേവാളിൻ്റെ നിരാഹാര സമരം 50-ാം ദിനം ആണ്. ദെല്ലേവാളിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. വിഷ്ണു തലവൂർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? വിട്ടുവീഴ്ചയില്ലാതെ അതിശക്തമായ ഒരു സമരവുമായി ദെല്ലേവാളും കർഷക സംഘടനകളും മുന്നോട്ട് പോവുകയാണല്ലോ. തീർച്ചയായിട്ടും മിനിമം താങ്ങുവില ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ദെല്ലേവാൾ ഇത്തരത്തിൽ നിരാഹാര സമരം ആരംഭിച്ചത്. ഇതിപ്പോൾ 50-ാം ദിവസത്തിലേക്കാണ് ജഗ്ജീത് സിംഗ് ദെല്ലേവാളിന്റെ നിരാഹാര സമരം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് കർഷക സംഘടനകൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ കർഷകരുമായിട്ട് ചർച്ച നടത്തണം. അത്തരത്തിൽ ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ഒരു മെഡിക്കൽ സഹായം സ്വീകരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ദെല്ലേവാൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അത്തരം ചർച്ചകളിലേക്ക് കടക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത. സുപ്രീം കോടതി തന്നെ പലതവണ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തു, കേന്ദ്ര സർക്കാർ ഈ കർഷകരുടെ വിഷയത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന ചോദിച്ച ഒരു സാഹചര്യം പോലുമുണ്ട്. ഇതിനിടയിൽ സുപ്രീം കോടതി പലതവണ ഈ ഒരു ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക രേഖപ്പെടുത്തുകയും പഞ്ചാബ് സർക്കാരിനോടക്കം മധ്യസ്ഥ ചർച്ചകൾ വഹിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ദെല്ലേവാളുമായി ചർച്ച നടത്തിയിരുന്നു. നാളെ സുപ്രീം കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കർഷകർ സമരം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ശരി വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ സൂചിപ്പിച്ചത്. അതിശക്തമായി രാജ്യത്ത് ആ കർഷക സമരം അങ്ങനെ മുന്നോട്ട് പോകുന്നു, വിട്ടുവീഴ്ചയില്ലാതെ മുട്ടുമടക്കാതെ മുന്നോട്ട് പോകുന്നു. ദെല്ലേവാളിൻ്റെ നിരാഹാര സമരം അതിശക്തമായി തുടരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹം എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്.